BK സുഹൈൽ കൂടിയുണ്ട്. സുഹൈൽ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഹിസ്ബുള്ള കൂടി ഈ ഇതിലേക്ക് വരികയാണ്, ചിത്രത്തിലേക്ക് വരികയാണ്, യുദ്ധത്തിലേക്ക് വരികയാണ്, ഇറാന് പിന്തുണ അറിയിക്കുന്നു. അതുപോലെ തന്നെ ലബനാനിലേക്ക് കടുത്ത ആക്രമണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ഹിസ്ബുള്ളയുടെ പിന്തുണ അത് എത്രത്തോളം ഇറാന് കരുത്തു പകരുന്നതായിരിക്കും? നേരത്തെ ഇറാൻ ഈ ആയുധ ശേഖരത്തിന്റെ ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതും നമ്മൾ കണ്ടു. അത്രയധികം ശേഖരം തങ്ങൾക്കുണ്ട് എന്ന് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യാക്രമണം തങ്ങൾക്ക് കഴിയാവുന്നത്രത്തോളം നടത്തും എന്നുകൂടി പറയുകയില്ലേ ആ ദൃശ്യങ്ങളിലൂടെ? തീർച്ചയായും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഇനി ഹൂത്തികൾ കൂടിയാണ് ഈ രംഗത്ത് വരാനുള്ളത്. ഇവരെല്ലാമാണ് ഇറാന് പുറത്ത് ഇറാന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന പ്രോക്സി സംഘടനകൾ. ഇപ്പോൾ ഹാംനായി കൊല്ലപ്പെടുകയും ഇറാനിലെ ഭരണകൂടം അട്ടിമറിക്കപ്പെടാൻ പോവുകയും ചെയ്യുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അവരുടെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് അതേ സ്പോട്ടിൽ തന്നെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേലും പോകുന്നു. വൻതോതിൽ ആക്രമണങ്ങൾ ബൈറൂത്തിന് നേരെയും അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയും തിരിച്ചുവിടുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല നഗരങ്ങളെയും ഇസ്രായേൽ ഇനി ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഭയപ്പെടുന്നത് അവരുടെ കരസേനയെയാണ്. ഹിസ്ബുള്ളക്കും അവരുടെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അവരുടെ കരസേനയാണ്. ആ കരസേന നേരിട്ട് അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിലേക്കെല്ലാം വരുന്നത് ചരിത്രത്തിൽ എപ്പോഴും പ്രതിസന്ധികളുണ്ടായപ്പോഴൊക്കെ നമ്മളത് കണ്ടതാണ്. ഇറാൻ്റെയും അതേപോലെ തന്നെ ഈജിപ്തിൽ നിന്നുമൊക്കെയുള്ള സംഘങ്ങൾ ഇസ്രായേലിലേക്ക് നേരിട്ട് കടക്കുക എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ സാധ്യതയുള്ളതാണ്. അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിർത്തി പ്രദേശങ്ങളിലൊക്കെയുള്ള വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേൽ വൻതോതിൽ ആക്രമണം നടത്തി, വ്യോമാക്രമണം നടത്തി അവരെ അവിടെ നിന്ന് ഓട്ടിവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കൂട്ടപ്പലായനങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. 2024 തുടക്കത്തിലെല്ലാം നമ്മൾ കണ്ട ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടന്ന ആ ഘട്ടത്തിൽ ഉണ്ടായതുപോലെയൊക്കെയുള്ള വലിയ ആക്രമണങ്ങൾക്ക് ആ രംഗവും വേദിയാവുകയാണ്. അപ്പോൾ US-ഉം ഇസ്രായേലും ചേർന്നുകൊണ്ടാണ് ഇറാനിൽ ഈ ആക്രമണം ആരംഭിച്ചതെങ്കിൽ പോലും ഇപ്പോഴത് 10-13 രാജ്യങ്ങളെ കൂടി ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. GCC രാഷ്ട്രങ്ങളെ പൂർണ്ണമായും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ ലബനാനെ അതേപോലെ തന്നെ ഇറാഖിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇറാഖിലെ ഷിയ അനുകൂല മിലീഷ്യ, ആ മിലീഷ്യയും ഇസ്രായേലിനെതിരെയുള്ള പടപ്പുറപ്പാടിലാണ്. അവർ അമേരിക്കയുടെ എംബസി അടക്കം ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ഉണ്ട്. അവിടെ നിരവധി പേർ കൊല്ലപ്പെടുന്നു. അതോടൊപ്പം അതും ആ സ്ഥലങ്ങളും എല്ലാം വിട്ട് മെഡിറ്ററേനിയൻ കടലും കഴിഞ്ഞ് സൈപ്രസിലേക്ക് വരെ ഇന്ന് ആക്രമണമുണ്ടായി. സൈപ്രസ്, അവിടെ UK-യുടെ സൈനിക ആസ്ഥാനമുണ്ട്. ആ സൈനികാസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് UK രംഗത്ത് വരികയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകും എന്നുള്ള ഒരു സന്ദേശം നൽകാൻ അത് ഈ രീതിയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കാൻ കാരണമാകുമോ? കാരണം ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുമ്പോൾ അത് അവസാനിപ്പിക്കേണ്ട ഒരു അനിവാര്യത കൂടി കടന്നു വരുമല്ലോ. തീർച്ചയായും ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ വെക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടിയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. തങ്ങൾ മാത്രം പ്രതിസന്ധിയിലാക്കി യുദ്ധം മുന്നോട്ട് പോകരുത്, എല്ലാവരും ഇതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കണം എന്ന് തന്നെയാണ് ഇറാൻ വിചാരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തി അമേരിക്കയും ഇസ്രായേലിനെയും ഇതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനം ഇസ്രായേലിനെ തന്നെ വലിയ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒറ്റ ആക്രമണത്തിൽ അവിടെ 9 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ ഇപ്പോഴും മരണത്തെ കാത്തു കഴിയുന്ന സാഹചര്യമുണ്ട്. 23 പേർക്കാണ് ഗുരുതരമായി അവിടെ പരിക്കേറ്റത് ഇസ്രായേലിൽ. അപ്പോൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ആ തരത്തിലുള്ള ആക്രമണം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, കുറച്ച് സമയമായി ആകെ സൈപ്രസിലേക്ക് നടന്ന അറ്റാക്കും അതേപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നടന്ന അറ്റാക്കുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇനി മറ്റു ഇടങ്ങളിലേക്ക് ഇസ്രായേലിലേക്ക് കൂടുതലായി സംഘർഷങ്ങൾ വരികയും അവിടെ ജീവഹാനി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ പലപ്പോഴും ഇതിൽ നിന്ന് മാറിയിട്ടുള്ളത്. 2025 ജൂണിൽ നമ്മളത് കണ്ടതാണ്. ഗസയിലും അതേപോലെ തന്നെ ലബനാനിലും ഹൂത്തികൾക്ക് നേരെയുമൊക്കെ അതിശക്തമായി ആക്രമണം നടത്തിയിരുന്ന ഇസ്രായേൽ തങ്ങളുടെ ഇസ്രായേലി ജനതയ്ക്ക് ആക്രമണം സംഭവിക്കുകയും അവർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്ത് പെട്ടെന്നൊരു സീസ്ഫയറിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇറാനുമായി പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണം എന്ന് നെതന്യാഹു തന്നെ ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി.
അപ്പോൾ ആ തരത്തിലേക്കുള്ള ഇസ്രായേലിൻ്റെ ഈ അധിനിവേശത്തിന് കടിഞ്ഞാണിടാനുള്ള ശ്രമങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ശക്തമായി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആയുധ ശേഖരവും അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാത്രി ഇറാനിൽ നടന്നിട്ടുള്ള ഈ ഒരു ആക്രമണം B-2 ബോംബറുകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ നടത്തിയിട്ടുള്ളത്. അതിൽ അവരുടെ സൈനിക ശേഷി എത്രത്തോളം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അവരുടെ ഈ മിസൈൽ ശേഖരത്തെ പൂർണ്ണമായും തകർക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ അടുത്ത ലക്ഷ്യം. ഖാംനായി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് അവരുടെ സൈനിക ശേഷി തകർക്കലാണ്. അതിന് പറ്റാവുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി 1000-ഓളം സ്ഥലങ്ങളിൽ ഞങ്ങൾ ബോംബിട്ടു എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ബോംബ് വീണിട്ടുണ്ടാവുക, അത് അവരുടെ സൈനിക ശേഷിയെ തകർത്തിട്ടുണ്ടോ, ഇനിയും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കാൻ ക്രൂയിസ് മിസൈലുകളും അതേപോലെ തന്നെ ഡ്രോണുകളും എല്ലാം അയക്കാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ള ശേഷി ഇപ്പോഴും അവർക്കുണ്ടോ എന്നത് അറിയേണ്ടതാണ്. ഒരു മണിക്കൂർ മുമ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇതിൻ്റെ ഒരു വാർഫെയർ നടക്കുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിലുള്ള സൈക്കോളജിക്കൽ വാർഫെയർ നടക്കുന്നുണ്ട്. അത് തങ്ങൾ എങ്ങനെയാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ സെൻകോം പുറത്തുവിട്ടുകയുണ്ടായി. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ഔദ്യോഗികമായ ട്വിറ്റർ ഹാൻഡിലുകളിൽ എക്സ് ഹാൻഡിലുകളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. എങ്ങനെയാണ് ഇറാനിൽ അവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തൊട്ടുടൻ തന്നെ തങ്ങളുടെ ശേഷി കാണിച്ചുകൊണ്ട് ഇറാനും അവരുടെ യുദ്ധവിമാനങ്ങളും അതേപോലെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരിക്കലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. രണ്ട് കൂട്ടരും അവരുടെ ശക്തി കാണിക്കുകയാണ് എന്ന് മാത്രമല്ല കൂടുതൽ ഇടങ്ങളിലേക്ക് 10-13 രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ വലിയ തീപ്പൊരികൾ പടരുകയാണ്. യെസ്, അതാണ് ദിവസങ്ങൾ എടുക്കും ഈ യുദ്ധത്തിന് പരിസമാപ്തിയാകാൻ. അത് എങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരും എന്നതാണ് വ്യക്തതയില്ലാത്തത്. അതിർത്തികൾ കടന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ സംഘർഷം യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.